നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നല്ലവർ സൂക്ഷിക്കട്ടെ. വെളിപാടിൻ്റെ പുസ്തകം 22:11. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനേകർക്ക് ലഭിച്ച ആത്മാഭിഷേകത്തെക്കുറിച്ചും രോഗശാന്തികളെക്കുറിച്ചും അവർ സാക്ഷ്യങ്ങൾ എഴുതി അയക്കാറുണ്ട്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജെസ്സി. ഞാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരാണ്. 22/6/2009 തിങ്കളാഴ്ച ഒരു ബൈക്ക് അപകടം ഉണ്ടായി. അതേ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ തല സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടിൽ തലയ്ക്കുള്ളിൽ നല്ല ഷെയ്ക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തലയുടെ പിൻഭാഗത്തുള്ള ബാലൻസ് പോയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ വെറുതെ കുത്തിയിരിക്കണം. വീട്ടിലെ അടുക്കളപ്പണി ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെഡ് റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. എനിക്ക് വേറെ മുറിവും ഒടിവും ഒന്നുമില്ല, പക്ഷേ ശരീരം മുഴുവനും കട്ടുകഴപ്പാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും ശരീരത്തിൻ്റെ വേദന മാറുന്നില്ല. നേരെ നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് സമയം കിടക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷയെക്കുറിച്ച് കേട്ടത്. അങ്ങനെ ഞാനും കുടുംബവും ടെലിവിഷനിലൂടെയുള്ള ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 16/8/2009 ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ചിയുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു ഭാരം എടുത്തു മാറ്റുന്ന പോലെ അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ മുതൽ എൻ്റെ രോഗപീഠ പരിപൂർണമായും എന്നെ വിട്ടുപോയി. ഇന്ന് എനിക്ക് പരിപൂർണ സൗഖ്യമാണ് എൻ്റെ കർത്താവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടത്തെ തുടർന്നുണ്ടായ തലയുടെ ബാലൻസ് തെറ്റി ഒരു പണിയും ചെയ്യാതെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ചുമ്മാ കുത്തിയിരിക്കണം. അടുക്കള ജോലി പോലും, ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി ബെഡ് റെസ്റ്റിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു രോഗിയാണ് ഇദ്ദേഹം. ഇതുപോലുള്ളൊരു വചന ശുശ്രൂഷയിൽ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ വിശ്വാസം ജനിച്ച് യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സൗഖ്യങ്ങൾ സംഭവിച്ചു, വിടുതലുണ്ടായി. ആ കുടുംബം ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിക്കുക. യേശു ക്രിസ്തുവിനെ വിളിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ അനുഭവം നമ്മളെ കൊണ്ടുവരുന്നതും നമ്മുടെ പ്രാർത്ഥന പിതാവിലേക്ക് ഉയർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. മകനെ, മകളെ, നീ ഒരുപക്ഷെ ഒരു പാപത്തിന് ശേഷമായിരിക്കാം ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. വെറുപ്പോ വിദ്വേഷമോ നിരാശയോ സങ്കടമോ ആയിരിക്കാം. ജോലി സ്ഥലത്ത് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടായി, ഒരുപാട് കണ്ണുനീരുന്ന സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നുപോയത്. അതിനുശേഷമായിരിക്കാം ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയുടെ ദുഃഖമായിരിക്കും ഹൃദയത്തിൽ തലകെട്ടി കിടക്കുന്നത്. ഒരുപക്ഷെ കുടുംബ പ്രശ്നമായിരിക്കും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാകട്ടെ, ഈ സമയത്ത് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രവർത്തിക്കണമേ. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് മകനെ, മകളെ, എളിമയോടെ ഈ കൂട്ടായ്മയിൽ, ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേരുന്നു. ആത്മാവേ, പാവനാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയേണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയേണമേ.
നിറയണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ പാവനാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും വചനം കേൾക്കാനും തടസ്സമായി നിൽക്കുന്ന ഓരോ തടസ്സ ശക്തികളും ക്ഷീണങ്ങളും മടുപ്പും രോഗബന്ധനങ്ങളും ദുഃഖഭാരങ്ങളും എതിർ ചിന്തകളും നിരീശ്വര ചിന്തകളും എല്ലാ തരത്തിലും പൈശാചിക പീഡകളും യേശുവിന്റെ ഉന്നത നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടും എന്നിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കുറവൊന്നും വന്നിട്ടില്ലല്ലോ. ഒരുപക്ഷെ നീ ഒരു വചനപ്രഘോഷകനാകാം, ഒരുപക്ഷെ ഒരു വൈദികനോ സിസ്റ്ററോ ആയിരിക്കാം, ഒരുപക്ഷെ ഒരു ഗാന ശുശ്രൂഷകനോ കൗൺസിലിംഗ് നടത്തുന്നവനോ മറ്റേതെങ്കിലും മേഖലകളിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം. ഒരുപക്ഷെ ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ആകാം. 1, 2, 8, 10 പാപം ചെയ്തിട്ടും പാപങ്ങൾ സംഭവിച്ചിട്ടും കുറവൊന്നും കാണുന്നില്ലല്ലോ, ഇപ്പോഴും എന്നിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് പാപം ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല എന്ന ഒരു ധാരണയിലേക്ക് ഹൃദയം വഴുതിപ്പോയിട്ടുണ്ടോ? ഓ ദൈവ പൈതലേ, ഇന്ന് ഇപ്പോൾ കർശനമായി ഒരു പരിശോധന ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇത്തിരി അല്ലറ ചില്ലറ കുടിക്കുന്നുണ്ടെങ്കിലും, ഞാൻ ഇത്തിരി മദ്യപിക്കുന്നുണ്ടെങ്കിലും, ഞാൻ ഇത്തിരി അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഒരു കുഴപ്പമില്ല, ബിസിനസ്സൊക്കെ നല്ല സ്ഥിതി പോകുന്നുണ്ട്, ജോലി നല്ല ഗമയെ പോകുന്നുണ്ട്, കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ചില ആളുകൾ ചിന്തിക്കുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടും എൻ്റെ കുടുംബത്തിൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല, എൻ്റെ ബിസിനസ് മേഖല പ്രശ്നമൊന്നും വന്നിട്ടില്ല, സാമ്പത്തിക മേഖല പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചിലരങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്, പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ സൈഡ് ബൈ സൈഡായി പാപവും മറ്റു ഭാഗത്ത് അങ്ങനെ ഒരു കാപട്ടിക്കാരനായി, ഒരു കപടഭക്തനായി, ഒരു കപട ഹൃദയനായി നീ മുന്നോട്ട് പോവുകയാണോ? ഇന്ന് ഇവിടെ വെച്ച് ഒരു പരിശോധന നടത്തി ദൈവവചനപ്രകാരം ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയെക്കുറിച്ച് ഇന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെയുള്ള ആ അധ്യായങ്ങളിലൂടെയാണ്. അവിടെ നമ്മൾ ഒരു ദൈവ പൈതലിനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആസ. യൂദയാ രാജ്യത്തിൽ അബിയായിക്ക് ശേഷം ആസ സ്ഥാനാരോഹണം ചെയ്തു. ആസ ഏതാണ്ട് 40-41 വർഷത്തോളം യൂദയാ രാജ്യത്തിൻ്റെ രാജാവായി ഭരിച്ചിട്ടുണ്ട്. യൂദയാ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത 2 രാജ്യങ്ങളാണ്, ഒന്ന് ഇസ്രായേൽ, 2 സിറിയ. അപ്പോൾ സിറിയ, ഇസ്രായേൽ, യൂദ ഇങ്ങനെ അടുത്തടുത്ത് രാജ്യങ്ങൾ നിലനിൽക്കുകയാണ്. അതിൽ യൂദയായുടെ രാജാവായിട്ടാണ് ആസ ഭരണമേറ്റെടുത്തിരിക്കുന്നത്. അവൻ ഭരണമേറ്റെടുത്തപ്പോൾ അവൻ ഒരുപാട് ദൈവചിന്തയും ഒരുപാട് ദൈവഭക്തിയും വിശുദ്ധിയും ദൈവത്തോടുള്ള തീഷ്ണതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാം. യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും അവൻ കൽപ്പിച്ചു. 2 ദിനവൃത്താന്തം 14:4. 2 ദിനവൃത്താന്തം 14:3 അവൻ അക്ഷേര പ്രതിഷ്ഠകൾ വെട്ടിനിരത്തി. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു, സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു. അങ്ങനെ ദൈവവചന വിപരീതമായിട്ടുള്ള സമസ്ത പാപകരമായ അവസ്ഥകളെയും അന്തരീക്ഷങ്ങളെയും അവൻ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് അവിടെ ദൈവവചനപ്രകാരമുള്ളൊരു ജീവിതത്തെ അവൻ വേരുപിടിപ്പിക്കുകയാണ്. അങ്ങനെ ആസ രാജ്യത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാനും ദൈവവചനപ്രകാരം ജീവിക്കാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള പ്രോത്സാഹനങ്ങളും കൊടുത്തു തുടങ്ങി. അതിൻ്റെ ഫലം വളരെ പ്രകടമായിരുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവം ആസായെയും രാജ്യത്തെ അനുഗ്രഹിച്ചു. അവൻ്റെ കാലത്ത് സമാധാനം നിലനിന്നു.
2 ദിനവൃത്താന്തം 14 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനം ഉണ്ടായിരുന്നതിനാൽ യൂദയായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല. അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം, അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലങ്ങളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം മുഴുവനും ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവൻ എല്ലാം പണിത് ഭദ്രമാക്കി. നോക്ക്, കർത്താവ് അവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അടിക്കടി അവനെ ഉയർത്തി കൊണ്ടുവന്ന് അവന് സമാധാനം നൽകി, ഐശ്വര്യം നൽകി, നേതൃത്വം നൽകി, ആധിപത്യം നൽകി, ജനങ്ങളുടെ മേൽ നിയന്ത്രണം നൽകി, ജനങ്ങൾക്ക് നല്ല അച്ചടക്കം കൊടുത്തു. ചിട്ടയും ക്രമവും ഉണ്ടായി. കലാപമോ കൊള്ളിവെപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ ആ നാടിനെ അലട്ടാതിരിക്കാൻ ദൈവം അവരെ സംരക്ഷിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസ ദൈവിക കാര്യങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ വർഷങ്ങൾ നീണ്ടു കഴിഞ്ഞപ്പോൾ ആസ ദൈവവുമായി ഇടപെടലുകളിലുള്ള തീഷ്ണത മങ്ങിപ്പോയത് അറിഞ്ഞില്ല. അവൻ്റെ ആദ്യകാലങ്ങൾ 10-20 വർഷം അല്ലെങ്കിൽ 10-30 വർഷം അവൻ വലിയ കേമനായിരുന്നു. ആത്മീയതയിൽ മുന്നോട്ട്, പ്രാർത്ഥനയിൽ മുന്നോട്ട്, തീഷ്ണതയിൽ മുന്നോട്ട്, എല്ലാം മുന്നോട്ട്. എന്നാൽ വഴക്കങ്ങളിലൂടെ ഓരോ കാലഘട്ടം, ഓരോ വർഷം കഴിയും തോറും അവൻ്റെ തീഷ്ണത കുറഞ്ഞു, അവൻ്റെ എരിവ് കുറഞ്ഞു, അവൻ്റെ ഉത്സാഹം കുറഞ്ഞ് അവൻ ലോകപ്രകാരം ചിന്തിക്കുന്നൊരു വ്യക്തിയായി മാറി. ഇന്ന് രാജ്യങ്ങളുടെ മുമ്പിൽ, മറ്റ് രാജാക്കന്മാരുടെ മുമ്പിൽ അവൻ സൂക്ഷ്മ ബുദ്ധിയും നിപുണനായ ഒരു യുദ്ധതന്ത്രജ്ഞനും നല്ലൊരു രാജാവും, അങ്ങനെ അവന് നല്ല വിലയും നിലയുള്ള ഒരു രാജാവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ലോകപ്രകാരമുള്ള ചിന്ത അവനെ കീഴടക്കാൻ തുടങ്ങിയത്. ആദ്യം എൻ്റെ ദൈവമായ കർത്താവ് അല്ലാതെ എനിക്ക് വേറെ ആരും സഹായത്തിനില്ല എന്നാണ് ചിന്തിച്ചിരുന്നത്. ഇപ്പോഴാകട്ടെ ഇവൻ്റെ ചിന്ത എന്തായി മാറി? താൻ പാതി ദൈവം പാതി എന്ന ചിന്തയിലേക്ക് അവൻ വഴുതി വീണു. അവനോ നോക്കിയാൽ അവനവന് കൊള്ളാം എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അവൻ്റെ മനസ്സ് വഴുതി വീണു. പ്രിയ ദൈവവൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നിങ്ങളുടെ മനസ്സിൻ്റെ ഗതി ഒന്ന് ചിന്തിക്കണം. എൻ്റെ ദൈവമാണ് എൻ്റെ ഏക ആശ്രയം എന്ന സ്ഥിതിയാണോ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം? നിങ്ങൾ കുഞ്ഞുനാളിൽ ഒത്തിരി എരിവോടെ പ്രാർത്ഥിച്ചിരുന്നു, ഒത്തിരി കർത്താവിനെ ആശ്രയിച്ചിരുന്നു, ദൈവത്തെ കുറിച്ച് അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിൽ പഠിപ്പ് കഴിഞ്ഞു, ജോലി കിട്ടി, പണം ഉണ്ടായി, വീടുണ്ടായി, നാടുണ്ടായി, സമാധാനം ഉണ്ടായി, മക്കളുണ്ടായി, അവരും പഠിച്ചു, അവർക്കും ജോലി കിട്ടി, പണം കുന്നുകൂടി. ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? ഇനിയിപ്പോൾ ദൈവം ഇല്ലെങ്കിലും ഒരു കൈ നോക്കാം എന്നൊരു മനസ്ഥിതി ആയില്ലേ? ഇതുപോലെ തന്നെയായിരുന്നു ആസായുടെ ഈ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയിപ്പോൾ ദൈവം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ച് ക്രമപ്പെടുത്താനെല്ലാം പഠിച്ചു, അത്യാവശ്യമെല്ലാം അറിയാം, അത്യാവശ്യമെല്ലാം ആയി എന്നൊരു ചിന്ത കാലപ്പഴക്കത്തിൽ ഇതാ ആസായുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ആസ നോക്കുമ്പോൾ ഇസ്രായേൽ രാജാവായ ബാഷ ഈ യൂദയാ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വന്ന് വലിയൊരു മതിൽ കെട്ടി ഉയർത്തുകയാണ്. റാമ പണിത് ഉയർത്തുകയാണ്. അങ്ങനെ പണിത് ഉയർത്തിയാൽ ഇസ്രായേൽ രാജ്യത്ത് നിന്ന് ആരും യൂദയിലേക്ക് വരാതെയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കണ്ടപ്പോൾ ആസായുടെ ഹൃദയം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. അതാണ് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ഡമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബെൻ ഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇതാണ് ഒരു ദൈവവേദന ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെയാണോ അവൻ ഇന്ന് വരെ ജീവിച്ചത്? പണ്ട് ഇവനെതിരെ ഒരു രാജ്യക്കാര് 10 ലക്ഷം സൈന്യങ്ങളുമായും 100 കണക്കിന് രഥവ്യൂഹങ്ങളുമായും ഇവനെ ഇതാ ഇപ്പം നുള്ളിയെടുത്ത് അങ്ങോട്ട് കളയും എന്ന് പറഞ്ഞു ഊക്കോടെ വന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്താ ചെയ്തത്?
ഇവൻ സ്വർണ്ണവും വെള്ളിയും അടുത്ത രാജ്യക്കാർക്ക് കൊടുത്തിട്ട് വന്ന് സഹായിക്കുന്നു. അടുത്ത രാജാക്കന്മാരുടെ സഹായമാണോ ഈ ആസ തേടിയത്? ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 9 തൊട്ട് 15 വരെ ആ രംഗങ്ങൾ കാണാൻ സാധിക്കും. എത്യോപ്യക്കാരനായ സേര 10 ലക്ഷം പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ എത്തി. ആസ രാജാവ് ഉള്ള സൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ 2 സൈന്യവ്യൂഹങ്ങളും മുഖത്തോട് മുഖം നിന്നപ്പോൾ തൻ്റെ സൈന്യത്തിൻ്റെ ദൗർബല്യം കണ്ട് ആസ നിലവിളിക്കുന്ന നിലവിളിയാണ് 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം. അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. നോക്ക്, ആസയുടെ ഹൃദയം എന്താണോ അതാണ് ഈ പ്രാർത്ഥനയെ വിളിച്ചു പറയുന്നത്. ഒരുവന്റെ ഹൃദയം എന്താണോ അതായിരിക്കും പ്രാർത്ഥന. ആസയുടെ അന്നത്തെ ഹൃദയം ഇതായിരുന്നു, എൻ്റെ ദൈവമല്ലാതെ മറ്റാരുമില്ല. അദ്ദേഹം പറയുകയാണ്, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ എനിക്ക് വേറെ ഒരാളുടെയും ഒരു രാജാവിൻ്റെയും ഒരു രാജ്ഞിയുടെയും ഒരു യുദ്ധതന്ത്രജ്ഞൻ്റെയും സഹായമില്ല, അവിടുത്തെ സഹായം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ആസ രാജാവ് ദൈവത്തിലുള്ള തൻ്റെ പ്രത്യാശ ഏറ്റു പറഞ്ഞു. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം 10 ലക്ഷത്തിൽ വരെ വരുന്ന സൈന്യത്തെയും 300ഓളം വരുന്ന രഥവ്യൂഹങ്ങളെയും വലിയ സേനാവ്യൂഹത്തെ എല്ലാം ക്ഷണനേരം കൊണ്ട് ഛിന്ന ഭിന്നമാക്കി. ഈ മുഴുവൻ സൈന്യനിരകൾ, എത്യോപ്യൻ സൈന്യനിരകൾ മുഴുവൻ ചവിട്ടി അരച്ച് കൊന്ന് കുന്നുകൂട്ടാൻ ഈ ദുർബല സൈന്യത്തിന് സ്വർഗത്തിന്റെ ശക്തി ദൈവം പകർന്നു കൊടുത്തു. അങ്ങനെ ആസായും ആസായുടെ ദുർബല സൈന്യവും ചേർന്ന് ഈ മഹാബലവാന്മാരെ ചവിട്ടി നിരത്തി, മുഴുവനെ കൊന്നുകൂട്ടി. ഇതാ ഈ രോമങ്ങ് പറിച്ചു കളയുമെന്ന് പറഞ്ഞ് പാഞ്ഞു വന്നവരാണ് അവരെല്ലാം കുന്നുകൂട്ടി. എന്താ കാരണം? ദൈവം സഹായിച്ച്. അതാണ് പുറപ്പാട് 14:14. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണത്. ഇവിടെ ആസ ആശ്രയിച്ചു, ദൈവശക്തി അവർക്ക് വേണ്ടി വ്യാപരിച്ചു. ഹല്ലേലൂയ. ഈ അനുഭവം യവന് നേരത്തെ ഉണ്ടായിരുന്നു ആസായിക്ക്. എന്നിട്ട് പോലും ഇതാ ഇസ്രായേൽ രാജാവ്, തുലോം നിസാരനായ ഇസ്രായേൽ രാജാവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ രാജാവ് വന്നപ്പോൾ ഈ ആസ ഇപ്പം എന്താ ചെയ്യണത്? ഇവനിപ്പോൾ സൂക്ഷ്മബുദ്ധിയായ രാജാവും നല്ല നയതന്ത്രജ്ഞനും വളരെ വലിയ യുദ്ധതന്ത്രജ്ഞനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഇവനൊരു നാണക്കേട് പോലെ തോന്നുകയാണ്. ഇവൻ അതിന് പകരം എന്താ ചെയ്യണത്? ഇവൻ സ്വർണവും വെള്ളിയും എടുത്ത് സിറിയ രാജാവിന് കൊടുത്തിട്ട് സിറിയ രാജാവിൻ്റെ സഹായമാണ്, ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുന്നതിന് പകരം, ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം, ദൈവത്തിനുള്ള ആശ്രയം ഏറ്റുപറയുന്നതിന് പകരം ഇവൻ സിറിയ രാജാവിനെ സഹായത്തിന് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറിയ രാജാവ് വന്ന് ഇവനെ സഹായിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജാവിനെ തുരത്തി. പക്ഷേ ദൈവത്തിൻ്റെ ദൂത് ഇതാ രാജാവിന് വേണ്ടി കൊട്ടാരത്തിലേക്ക് വരികയാണ്. അതാണ് 2 ദിനവൃത്താന്തം 16:7. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്? എന്നിട്ട് നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കത വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നുവെന്ന് നീ അറിയുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചപ്പോൾ ഇപ്പോൾ ആസാ രാജാവിന് ദൈവത്തിൻ്റെ പ്രവാചകനോട് കടുത്ത കലി വരികയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനെ അവൻ കോപിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് കാരാഗൃഹത്തിൽ പൂട്ടി. നോക്കുക, പണ്ട് ദൈവിക കാര്യങ്ങൾ ആനന്ദമുണ്ടായിരുന്നവനാണ്, ദൈവവചനം പഠിപ്പിക്കുന്ന തൽപരനായിരുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നവരോട് കോപം, ദൈവിക കാര്യങ്ങളുടെ അകൽച്ച, ഒരു മടുപ്പ്, കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം.
പ്രിയ ദൈവവൈതലെ, പണ്ട് നീ ശുശ്രൂഷ തുടങ്ങിയ ആദ്യ കാലഘട്ടം പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം, ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷം, ഒരു ശുശ്രൂഷയുടെ സ്വരം, ഒരു പാട്ടിൻ്റെ സ്വരം, ഒരു ഭജന പ്രഘോഷൻ്റെ സ്വരം, ഒരു ദൈവദാസൻ്റെ സ്വരം, ഒരു സ്തുതിപ്പിൻ്റെ സ്വരം ദൂരത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ആനന്ദമായിരുന്നു. എന്നാൽ ഇപ്പോഴോ കാലപ്പഴക്കത്തിൽ ഒരുപാട് ഈ കാര്യങ്ങളിൽ ദൈവം നടത്തി ഇപ്പോൾ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് കേൾക്കുമ്പോൾ, ധ്യാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, കൺവെൻഷനെ കുറിച്ച് കേൾക്കുമ്പോൾ, കൺവെൻഷൻ ടീമിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സ്തുതിപ്പിൻ്റെ സ്വരം കേൾക്കുമ്പോൾ, പാട്ടിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിനക്കൊരു മടുപ്പ്, നിനക്കൊരു അകൽച്ച, നിനക്കൊരു വിരസത. എന്നാ ഈ തകർച്ച തുടങ്ങിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസ അറിഞ്ഞില്ല തൻ്റെ തകർച്ച തുടങ്ങിയത്. ആസ അറിഞ്ഞില്ല അവൻ്റെ പ്രവാചകനെ ചങ്ങലക്കിട്ട് പൂട്ടി, അവനെ കാരാഗൃഹത്തിൽ അടച്ചു. മാത്രമല്ല, ദൈവദാസന്മാരായ ദൈവമാർഗത്തിൽ നടന്ന അനേകം ജനങ്ങളെ അവൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് 2 ദിനവൃത്താന്തം 16:10 നമ്മൾ വായിക്കുകയാണ്. അവന് പിന്നെ തിരിച്ചു വരവില്ല. അവൻ്റെ തീരുമാനങ്ങളിലും കാഴ്ചപ്പാടുകളിലും പടിപടിയായി തെറ്റിപ്പറ്റി വീണ് ഇതാ അവൻ്റെ 39ാം ഭരണവർഷത്തിൽ അവൻ പരിപൂർണമായി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അവൻ്റെ മേൽ ഒരു മാരക രോഗം പിടിപെട്ടു. രോഗിയായി അവൻ മാറി. അവൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? അതാണ് 2 ദിനവൃത്താന്തം 16:12. രോഗം മൂർച്ഛിച്ചു, എന്നിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. 41ാം ഭരണവർഷത്തിൽ അവൻ രോഗിയായി മരിച്ചു. രോഗം മൂർച്ഛിച്ച് കഠിനമായി തീർന്നപ്പോഴും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിലേക്ക് തിരിഞ്ഞ് സഹായം അവൻ അഭ്യർത്ഥിച്ചില്ല. അവൻ്റെ ഹൃദയം കർത്താവിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപങ്ങൾ 1-2 ചെയ്തപ്പോൾ, ചെറിയ പാപങ്ങൾ പലതും ചെയ്തപ്പോൾ കർത്താവ് സഹായിച്ച് കുറവുകളൊന്നും വരാതിരുന്നപ്പോൾ എല്ലാം ശുഭം എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങിയൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. തകരുമ്പോൾ പരിപൂർണമായും പൊട്ടി തകർന്നു പോകും എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ ആസായിക്കൊന്ന് തിരിച്ചു വരാൻ, ഒന്ന് അനുതപിക്കാൻ, ഒന്ന് ദൈവത്തെ വിളിക്കാൻ, തൻ്റെ ശരീരം മുഴുവൻ രോഗം മൂർച്ഛിച്ച് മരണത്തിന് വക്കിലെത്തിയപ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്തവണ്ണം അവൻ്റെ ഹൃദയം ദൈവിക കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. ഇതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൽ 12-ാം തിരുലിഖിതം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ലവരായ ആത്മീയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ദേവാലയത്തിൽ പോകുന്നവർ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്നവർ, ഇപ്പോൾ നല്ല വിധത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കുന്നവർ, അതുകൊണ്ട് നിർത്തരുത്. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് 22:11. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ആവേശവും ഉത്സാഹവും ജീവിതത്തിൽ ഒരിക്കലും കെട്ടുപോകരുത്. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഹങ്കാരം കയറി, ദൈവചിന്ത മങ്ങി, ലോകപ്രകാരമുള്ള ചിന്ത കാടുപിടിച്ച് ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ സന്തോഷമില്ല. ഇന്ന് ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലാണ് ബലം തോന്നുന്നത്. ഇന്ന് ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലാണ് അർത്ഥം കണ്ടെത്തുന്നത്. ആത്മീയ കാര്യങ്ങളുടെ അകൽച്ച, എല്ലാത്തിനും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്നുള്ള ചിന്ത, ആത്മീയ കാര്യങ്ങളോടൊരു നീരസം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ മണ്ഡലത്തെ ശോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കീടബാധകളെയും, ദുരാത്മാക്കളെയും, എല്ലാ തരത്തിലുള്ള അബദ്ധമുള്ള ചിന്തകളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹൃദയത്തുറവ് ലഭിക്കട്ടെ, തിരിച്ചറിവ് ലഭിക്കട്ടെ, അനുതാപം ലഭിക്കട്ടെ. ഒരു തിരിച്ചുവരവിന് ഇപ്പോൾ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. രോഗങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മനപ്രയാസങ്ങൾ, എത്ര ശ്രമിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, പഠന മേഖലകളിൽ തടസ്സങ്ങൾ, കൂടെ രോഗങ്ങൾ വരുന്ന കുട്ടികൾ, എല്ലാവരും കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ ഉയർത്തട്ടെ.
കുടുംബനാഥന്മാർ കുടുംബനാഥകൾ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഓ ദൈവമേ, ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ കോട്ടകളും തകരട്ടെ കർത്താവേ. ദുർബല ഹൃദയങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. മനപ്രയാസത്തിലിരിക്കുന്ന കുടുംബങ്ങളിൽ മനപ്രയാസ പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതങ്ങൾ ലോകമെങ്ങും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കരഞ്ഞ് നിലവിളിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധമുള്ള ദൈവിക ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. കഠിന ശാപത്തിലും പാപത്തിലും രോഗത്തിലും ദുരിതത്തിലും മരണ ഭയത്തിലിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകാഴ്ച വിടുവിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന.